നമസ്കാരം. സെലസ്റ്റിയൽ GK എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് മലയാളികൾ ഏതൊക്കെ മേഖലയിൽ പ്രസിദ്ധി നേടി എന്നതിനെ പറ്റിയുള്ള GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മഗ്സസെ അവാർഡ് നേടിയ ആദ്യ മലയാളി? ഉത്തരം വർഗീസ് കുര്യൻ. ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആദ്യ കേരളീയൻ? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കമിട്ട മന്ത്രി? MN ഗോവിന്ദൻ നായർ. മാവേലി സ്റ്റോറുകൾ ആരംഭിച്ചത് ഏതു മന്ത്രിയുടെ നേതൃത്വത്തിൽ? ഉത്തരം E ചന്ദ്രശേഖരൻ നായർ. കേരള ഭാഗ്യക്കുറി ആരംഭിച്ചപ്പോൾ 1968 ആരായിരുന്നു ധനമന്ത്രി? ഉത്തരം PK കുഞ്ഞ്. കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി? ഉത്തരം AK ആന്റണി. ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്ന നേതാവ്? ഉത്തരം KM മാണി. കേരള നിയമസഭയ്ക്ക് പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ MLA? ഉത്തരം മത്തായി ചാക്കോ, തിരുവമ്പാടി. ഏറ്റവും കുറച്ചു കാലം MLA ആയ നേതാവ്? ഉത്തരം C ഹരിദാസ്. ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളെ പ്രതിനിധാനം ചെയ്ത് MLA ആയ നേതാവ്? ഉത്തരം MV രാഘവൻ. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരളത്തിൽ MLA ആയ നേതാവ്? ഉത്തരം മാത്യു T തോമസ്. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി? ഉത്തരം R ശങ്കർ. കേരളത്തിൽ കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച നേതാവ്? ഉത്തരം ഔഖാദർ കുട്ടി നഹ. കേരള ഗവർണറായ മലയാളി? ഉത്തരം V വിശ്വനാഥൻ. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനായ മലയാളി? ഉത്തരം PR ശ്രീജേഷ്. മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ്? ഉത്തരം ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം കേണൽ ഗോദവർമ്മ രാജ. കേരള സർക്കസിന്റെ പിതാവ്? ഉത്തരം കീലേരി കുഞ്ഞിക്കണ്ണൻ. കഥകളി സംഗീതത്തിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം കലാമണ്ഡലം ഹൈദരാലി. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി? ഉത്തരം C ബാലകൃഷ്ണൻ, പർവ്വതാരോഹണം. ഏറ്റവും കുറച്ചുകാലം കേരളത്തിൽ മുഖ്യമന്ത്രി പദവിയിലിരുന്ന നേതാവ്? ഉത്തരം CH മുഹമ്മദ് കോയ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ കേരളീയൻ? ഉത്തരം C അച്യുത മേനോൻ. ഒരേ നിയമസഭാ കാലയളവിൽ മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ച നേതാവ്? ഉത്തരം PK വാസുദേവൻ നായർ. നിയമസഭാ കാലയളവിൽ പ്രോം ടൈം സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, സ്പീക്കർ പദവി വഹിച്ച MLA? ഉത്തരം N ശക്തൻ നാടാർ. MLA, MP, മന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച ഏക നേതാവ്? ഉത്തരം CH മുഹമ്മദ് കോയ. ഡൽഹിയിൽ അന്താരാഷ്ട്ര പാവ മ്യൂസിയം സ്ഥാപിച്ചത്? ഉത്തരം കാർട്ടൂണിസ്റ്റ് ശങ്കർ. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് സർദാർ KM പണിക്കർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ഏക മലയാളി? ഉത്തരം C ശങ്കരൻ നായർ, അമരാവതി 1897. കേരളത്തിന്റെ വന്ധ്യമയോധികൻ എന്ന് വിളിക്കുന്നത് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയാണ്? ഉത്തരം KP കേശവ മേനോൻ. ഇന്ത്യൻ കാലാവസ്ഥാ ശാസ്ത്രശാഖയുടെ പിതാവ്? ഉത്തരം ഡോക്ടർ PR പിഷാരടി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ കേരളീയൻ? ഉത്തരം ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായ ആദ്യത്തെ മലയാളി? ഉത്തരം ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. യേശുദാസിനെ ഗാനഗന്ധർവൻ എന്ന് ആദ്യം വിശേഷിപ്പിച്ചതാര്? ഉത്തരം G ശങ്കരക്കുറുപ്പ്. ഐക്യ കേരളത്തിൽ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്? ഉത്തരം PT ചാക്കോ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്നതാര്? ഉത്തരം EMS. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി?
ഉത്തരം TN ശേഷൻ. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ മലയാളി? ഉത്തരം ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ അധ്യക്ഷൻ? ഉത്തരം സർദാർ KM പണിക്കർ. ഡൽഹി ഗാന്ധി എന്നറിയപ്പെട്ട മലയാളി? ഉത്തരം C കൃഷ്ണൻ നായർ. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ? ഉത്തരം PN പണിക്കർ. ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ മെഡിക്കൽ ബിരുദധാരി? ഉത്തരം ഡോക്ടർ പൽപ്പു. മലയാള സിനിമയുടെ പിതാവ്? ഉത്തരം JC ഡാനിയൽ. സംസ്ഥാന നിയമസഭാ ചരിത്രത്തിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി? ഉത്തരം M ഉമേഷ് റാവു, മഞ്ചേശ്വരം. പത്മശ്രീ നേടിയ ആദ്യ മലയാളി? ഉത്തരം ഡോക്ടർ പ്രകാശ് വർഗീസ് ബെഞ്ചമിൻ. പത്മവിഭൂഷൺ നേടിയ ആദ്യ മലയാളി? ഉത്തരം VK കൃഷ്ണൻ മേനോൻ. പത്മഭൂഷൺ നേടിയ ആദ്യ മലയാളി? ഉത്തരം വള്ളത്തോൾ. ആദ്യത്തെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ മലയാളി? ഉത്തരം OM നമ്പ്യാർ. കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വേണ്ടി കളിച്ച ആദ്യ താരം? ഉത്തരം ടിനു യോഹന്നാൻ. UPSC അംഗമായ ആദ്യ മലയാളി? ഉത്തരം KG അടിയോടി. UGC ചെയർമാനായ ആദ്യ മലയാളി? ഉത്തരം ഡോക്ടർ VN രാജശേഖരൻ പിള്ള. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്